സ്റ്റാർട്ടപ്പ് രംഗത്തെ കേരളത്തിന്റെ നേട്ടമെന്ന റിപ്പോർട്ട് പണം നൽകി ഉണ്ടാക്കിയെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. സ്വകാര്യ കമ്പനിക്ക് പണം നൽകിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആരോപണം നിഷേധിച്ചാൽ പണം നൽകിയ തെളിവുകൾ പുറത്തുവിടാമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമ പരിപാടിയിൽ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയതാണ് സ്റ്റാർട്ടപ്പ് ജനോമിന്റെ റിപ്പോർട്ട്. വ്യവസായ സൂചികയിൽ കേരളം ഒന്നാമത് എന്നതായിരുന്നു റിപ്പോർട്ട്. പണം നൽകി തയ്യാറാക്കിയ റിപ്പോർട്ടാണിത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. $48,000 ഈ കമ്പനിക്കായി നൽകിയിട്ടുണ്ട്. 2019-21 കോവിഡ് കാലവുമായി താരതമ്യപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. 2021 $13,500, 2022 $4,500, 2023 $15,000, 2024 $15,000, അങ്ങനെ മൊത്തം $48,000 ഈ 21 മുതൽ 24 വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത്. സത്യത്തിൽ അവർ കാണിച്ചൊരു കൗശലമാണ്. ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത്. അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ്. ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം. സ്റ്റാർട്ടപ്പ് ജനോം എന്ന കമ്പനിയുടെ ഉപഭോക്താവാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു. കേരളത്തിലെ വ്യവസായ മേഖലയെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളും തുടരുന്നതിനിടെയാണ് പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി വിഷയത്തിലുണ്ടായിട്ടില്ല. 24 തിരുവനന്തപുരം. സ്റ്റാർട്ടപ്പ് ജനോമിന് പണം നൽകിയെന്ന പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സംസ്ഥാന സർക്കാർ വർഷാവർഷം അംഗത്വ ഫീസ് നൽകി വരുന്നുണ്ട് എന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി. 2020 മുതൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ജനോമിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക എന്നതും പ്രധാനപ്പെട്ട ദൗത്യമാണെന്ന് മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്.